തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് പോഞ്ചോട് പറയാണ്, നിനക്ക് എൻ്റെ ഒരു ചിന്തയല്ല, ഇവിടെയുള്ള ആരുടെ ഒരു ചിന്തയല്ല, നിനക്ക് എപ്പോഴും ഒരു വിചാരമുള്ളൂ, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാണ്ട് നിനക്കിത് മാറണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ആദ്യം അവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ പിന്നെയും അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് എൻ്റെ ഒരു വിചാരമില്ലല്ലോ, ഞാൻ എത്രയാണ് നിനക്ക് കഷ്ടപ്പെടുന്നത്, ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി, പിന്നെ യോഗ ചെയ്യിപ്പിച്ചു, പക്ഷെ നിനക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല എന്നങ്ങനെ പറയുമ്പോഴേക്കും അവൾ മൂക്ക് കുത്തിയിട്ട് ആ കഷായം ഇങ്ങനെ മെല്ലെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കുമ്പോൾ അനിരുദ്ധ അവളെ മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം അവൾ അങ്ങനെയാണ് കുടിക്കണം. എന്നിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ പറയാണ്, പത്തിബാബു ഇത് ഭയങ്കര കയ്പ്പാണ്, ഇത് കുടിക്കാൻ പറ്റില്ല എന്നിട്ട്, എന്നാലും അവളത് ഫുള്ള് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പോഞ്ചിത്ത് അനിരുദ്ധിനോട് പറയാണ്, നിങ്ങൾ എന്താ വിചാരിച്ചത്, എൻ്റെ അമ്മേനെ എനിക്കിഷ്ടമാണ് എന്ന് വെച്ച് നിങ്ങളുടെ ചിന്ത എനിക്കില്ല എന്നാണോ വിചാരിച്ചത്? കാക്ക സസൂജിയുടെ ഈ വിഷമിച്ച മുഖം കണ്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേല് ഞാൻ കാരണം എത്ര ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതിലൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. മാത്രമല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് പറ്റണ്ടേ എന്നൊക്കെ അനിരുദ്ധിനോട് അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അവളെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ട്, ആ കഷായത്തിൻ്റെ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ ഇതും എന്തായാലും നടന്നില്ല, അവളുടെ ഇത് മാറാൻ പോകണില്ല എന്നറിയാം ഈ കഷായം കൊണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും തളരില്ല, ഞാൻ പ്രയത്നിക്കുക തന്നെ ചെയ്യും, അവളുടെ ഈ അസുഖം ഞാൻ മാറ്റി തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നല്ല ഉറച്ച വിശ്വാസത്തോടെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ത്രിലോചന് എല്ലാവരുടെ അടുത്തേക്ക് പോയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ വലിയ ബൊയ്ശാക്ക് പറഞ്ഞിട്ടുള്ളൊരു ബംഗാളി ആചാരമാണ് അത്. എന്താ പറയുക, നമ്മൾ ന്യൂ ഇയർ എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലത്തെ ആചാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബംഗാളി കലണ്ടറിലത്തെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ത്രിലോചൻ എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആൾ ബിനോയോട് വന്ന് പറയാണ്, ഞാൻ നിനക്കും ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ നീ അത് എടുക്കണമെന്ന് പറയാണ്. അപ്പോൾ അപ്പുറത്ത് ബിഹാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിഹാരി പറയാണ്, അല്ല ബിനോയ് എന്താ പറയുക, നന്നായിട്ട് ബഹുമാനിച്ചിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ബിനോയ് ബാബുവിന് ഇതൊന്നും എടുത്തിട്ട് പരിചയമില്ലല്ലോ, മുണ്ടെടുത്തിട്ട് പരിചയമില്ലല്ലോ, ഒരു കാറ്റ് വന്നാൽ ആളുടെ മുണ്ടൊക്കെ പറന്നു പോകുമല്ലോ എന്നിങ്ങനെ ബിഹാരി പറയുമ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, ബിഹാരി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ ബിനോയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വിദേശത്തെ വസ്ത്രമാണ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അപ്പോൾ നീ അത് ഇടണം, മാത്രമല്ല ഈ ബംഗാളിലത്തെ ഈ ആചാരം നീ എന്തായാലും ആചരിക്കണം എന്നിങ്ങനെ ബിനോയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് അനിരുദ്ധ ഒരു ബക്കറ്റും പിന്നെ തുണിയൊക്കെ പിടിച്ചിട്ട് വരുന്നത്. അപ്പോൾ അവന് എന്തായാലും ഈ ബോന്തിത്തയുടെ ഈ ബെഡ്ഷീറ്റൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് അവനവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ബോന്തിത്ത ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭാര്യയുടെ ഈ വൃത്തിയോട് ഭർത്താവ് ഇങ്ങനെ വൃത്തിയാക്കാൻ പാടുമോ, എന്നെ കൊണ്ട് പാപമാണ് ജയിക്കണമെന്നൊക്കെ അനിരുദ്ധിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അനിരുദ്ധ് ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്കറിയാം നിങ്ങൾക്ക് ഈ മണൊന്നും തീരെ ഇഷ്ടപ്പെടില്ല, ഞാനിത് ചെയ്യരുത് വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ബെഡ് ഞാൻ പിന്നെയും നനച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങളിത് ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൾ പറയാണ്, ഞാൻ ചെയ്തോളാം, ഇത് ഞാനല്ലേ ഇതാകെ ബെഡൊക്കെ നനച്ച് വെച്ച് അതാകെ വൃത്തികേടാക്കി വെച്ചതെന്ന് ഞാനല്ലേ, അപ്പം ഞാനല്ലേ ഇത് വൃത്തിയാക്കേണ്ടത്, അപ്പം ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ബക്കറ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബോഞ്ചിത, നീ എന്നെ ജോലി ചെയ്യാൻ വിട്, ഞാൻ ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പിന്നെയും പറയാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, ബോഞ്ചിത ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഏറ്റെടുത്ത എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇത് ഞാൻ ചെയ്യണം, ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് വെറുപ്പോണ്ടല്ല, അപ്പോൾ ഞാൻ തന്നെ ഇത് ചെയ്യുന്ന അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പിന്നെയും ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ദേഷ്യത്തോട് പറയാണ്, നീ പോകുന്നുണ്ടോ ബോന്തിത്ത, ഇത് നിനക്ക് യോഗ ചെയ്യാനുള്ള നേരമല്ലേ, നീ പോയിട്ട് യോഗ ചെയ്യുന്ന പറയുമ്പോൾ അവൾ പിന്നെ ഇത് അവനെ പിന്നെ ഇങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ നല്ല ദേഷ്യത്തിൽ പറയാണ്, ബോന്തിത്ത നീ പോയി യോഗ ചെയ്യുന്ന പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ അവളെ അവിടുത്തെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിയുടെ അച്ഛൻ അപ്പുറത്ത് നിന്ന് പറയാണ്, ഇന്നെന്താ പോയില്ല ബൈശാഖല്ലേ, ഇന്ന് ഹാപ്പി ന്യൂ ഇയർ അല്ലേ, അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞിട്ടില്ല നമ്മൾ ന്യൂ ഇയറിന് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൊല്ലം മുഴുവൻ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, ഇവരുടെ തുടക്കം ഇതാണ്, അവളുടെ ചീത്തത് വൃത്തിയാക്കിയിട്ടാണ് ഇവൻ്റെ തുടങ്ങും, അപ്പോൾ ഇനി കൊല്ലം മുഴുവൻ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അവളുടെ എന്തായാലും ഇത് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നന്നായിട്ട് അവനെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ അതൊന്നും അവനെ ശ്രദ്ധിക്കാണ്ട് അവനെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ബോന്തിനെ കാണിക്കുകയാണ്. ബോന്തിത്ത അവളുടെ അമ്മ കൊടുത്ത ആ വിഗ്രഹം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്, എൻ്റെ ഇത് മാറാത്തതുകൊണ്ട് എന്താ ചെയ്യുക, എനിക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല ദുർഗമ്മ, ആരെങ്കിലും ഒരു മാലാകായിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അതിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പത്തിബാബുവിൻ്റെയും പിന്നെ ത്രിലോചൻ്റെയും മുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് സങ്കടം വരുന്നുണ്ട്. അവർ വിഷമിക്കണ കാരണം വീട്ടിലുള്ള എല്ലാവരും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് എന്നിങ്ങനെ ബോന്തിത്ത ആ ദേവിയോട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് അനിരുദ്ധ്
അനിരുദ്ധ് വരുന്നത്. അപ്പോൾ അനിരുദ്ധ് പറയാണ് അവളോട്, അല്ല നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ, നീ നിൻ്റെ ഈ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ദേവിയോട് പറഞ്ഞില്ല, എന്നിട്ട് ദേവി അത് മാറ്റി എന്നാന്നിങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ വീണ്ടും ആ ദേവിയോട് പറയാണ്, ഏതെങ്കിലും ഒരു മാലാഖേനെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊക്കെ അയക്ക് ദേവി എന്ന് പറഞ്ഞിട്ട് ആ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധ് നേരെ പോണത് ബാൽക്കണിയിലേക്കാണ്. അപ്പോൾ അവനവിടെ നിൽക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോഴാവും ബോഞ്ചിത്തയുടെ അമ്മ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ എന്താ കയറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ആൾ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു വിധവല്ലേ, ഒരു വിധവ ഒരു വീട്ടിലേക്ക് കയറാൻ അവരൊന്നും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് അത് കണ്ടിട്ട് പറയാണ്, ബോഞ്ചിത്തയുടെ അമ്മ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് അവനെ ഇറങ്ങിയിട്ട് ഓടുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക്. അവിടെ മാമിയും വന്നിട്ടുണ്ട്, അതായത് സമ്പൂർണ്ണയുടെ അമ്മയച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുൻഷിയുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സൗരഭിൻ്റെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ അവർ 5 ആട് സ്ത്രീധനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് അവർ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ മോളെ തിരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സമ്പൂർണ്ണക്ക് ആണെങ്കിൽ ആകെ സങ്കടം വരികയാണ്. അമ്മേനെ അച്ഛനെ എല്ലാവരും മുമ്പിലും വെച്ച് അപമാനിച്ചില്ല. അപ്പോൾ അവൾ ഇങ്ങനെ റൂമിൽ വന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ പാവ അമ്മ വന്നിട്ട് സൗരഭിൻ്റെ അമ്മയല്ലേ, ആൾ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഇത് സൗരഭിനോട് പറയും, ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയോട് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധ് ബോന്തയുടെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അമ്മയോട് പറയണം, അമ്മയെ വീട്ടിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയാണ്, ഞാൻ പൈസ കൊണ്ടുവരാൻ വന്നതാണ്, നീ എനിക്ക് ആ മാങ്ങയുടെ തോട്ടം തന്നിട്ടില്ല, അപ്പോൾ അതിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് വിറ്റ് ആ പൈസ കൊണ്ടുതരാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയണം, അമ്മ ആദ്യം അകത്തേക്ക് കയറുമെന്ന് പറയുമ്പോൾ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. അമ്മയ്ക്ക് പേടിയാണ്, ശരിക്കും വിധവകൾ കയറിയാൽ അവിടെ ഉള്ളവർ ചീത്ത പറയില്ല, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ കയറില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയണം, അമ്മ ഇത് നമ്മുടെ വീടല്ലേ, നമ്മുടെ വീടായിട്ട് കണ്ടുകൂടെ, ആ ബോന്തിതയുടെ മുഖത്ത് അമ്മേനെ കണ്ടാലുള്ള ഒരു ചെറിയ ആലോചിച്ചിട്ടെങ്കിലും കയറിക്കൂടെ, എന്നെ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മേനെ അങ്ങനെ കയറ്റുന്നുണ്ട് അകത്തേക്ക്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന വരുന്നുണ്ട്. അപ്പോൾ ത്രിലോചന ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അനിരുദ്ധിനോട്. ശരിക്കും ത്രിലോചന അറിയത് ആരാന്നൊക്കെ, എന്നിട്ട് അഭിനയിക്കുകയാണ് ത്രിലോചൻ. അപ്പോൾ അങ്ങനെ അമ്മയാണ് ബോന്തിതയുടെ അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അനിരുദ്ധിനോട് പറയാണ്, അപ്പോൾ ഇവളാണല്ലേ ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ കാരണം, ബോന്തിതയുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, ഇതൊന്ന് മാറ്റാൻ ഇവൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് പറയണ, കാക്ക എന്താ ഇനി പറയുന്നത്, ഇതൊന്ന് മാനിയായിട്ട് സംസാരിക്കും, ഇത് നമ്മുടെ വീട്ടിലത്തെ അതിഥിയല്ലേ, കാക്കയല്ലേ പറഞ്ഞ അതിഥിയല്ല, നമ്മൾ സൽക്കരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അങ്ങനെ അപമാനിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധ് നന്നായിട്ട് ത്രിലോചനോട് പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ അമ്മയും കൂടിയിട്ട് ബോന്തിതയുടെ ആ റൂമിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അമ്മയോട് അനിരുദ്ധ അവിടെ വിളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് അനിരുദ്ധ ബോന്തിതയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ബോന്തിത നീ ഉണ്ടല്ലോ, നീ യോഗ ചെയ്താന്ന് ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ സാരി മടക്കി വെക്കുക കേട്ടാ. അപ്പോൾ അവൾ പറയും ഞാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, എന്നാൽ ഞാൻ എങ്ങനെ ചെയ്ത് ഞാനൊന്ന് കാണട്ടെ, നീ കണ്ണടച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ശ്വാസം മേലേക്ക് ഇങ്ങനെ എടുത്തിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ബോന്തിതയുടെ അമ്മ ഒളിച്ച് നിൽക്കുകയല്ലേ ഇവ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അവൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ സാരി ശരിക്കും പോലെ മടക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആൾ തിരികെ അവിടെ തന്നെ പോയിട്ട് നിൽക്കുകയാണ്. വന്നിട്ട് കണ്ണ് പറഞ്ഞിട്ട് പറയാണ്, ഇപ്പോൾ ഇവിടുത്തെ ആരെങ്കിലും വന്നാൽ എനിക്ക് നല്ല പരിചയമുള്ള മണം ഇവിടെ അടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അനിരുദ്ധിനോട് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഇവിടെ ആര് വരാൻ, എൻ്റെ മണം തന്നെയാവും, നിനക്ക് എന്നെ നന്നായിട്ട് പരിചയമില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മണം തന്നെയൊന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അവിടെ മടക്കി വെച്ചിരിക്കുന്ന സാരി കാണാണ്. അപ്പോൾ അവൾ പറയാണ്, ഇവിടേക്ക് എൻ്റെ അമ്മ വന്നില്ലേ എന്നിങ്ങനെ അവൾ നല്ല സന്തോഷത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. പറയണേ, എൻ്റെ അമ്മയാണ് എൻ്റെ സാരിയൊക്കെ ഇങ്ങനെ മടക്കി തരിക, പിന്നെ എൻ്റെ അമ്മയുടെ മണമാണിത് എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. അമ്മ എന്നെ കെട്ടിപ്പിടിക്കി വന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ അമ്മ വരികയാണ്. എന്നിട്ട് അമ്മേനെ കാണുമ്പോൾ അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. നന്നായിട്ട് എന്താ പറയുക, ഇമോഷണൽ സീനാണത്. നന്നായിട്ട് നമുക്ക് കാണുന്നവർക്ക് തന്നെ നന്നായിട്ട് കരച്ചിൽ വരും. അപ്പോൾ അങ്ങനെ ഒരു സീനാണ്. അപ്പോൾ അവൾ അമ്മേനെ കണ്ടിട്ട് നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അവളെ കണ്ടിട്ട് നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ അമ്മേനെ ഇപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ കാണാറുള്ളൂ, അമ്മ അവിടെ നിൽക്കുക, ഞാനൊന്ന് ശരിക്കും പോലെ അമ്മേനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവളൊന്നും പിന്നെയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിന് ഇതൊക്കെ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും എന്നോട് പറയുന്നത് നീ എപ്പോഴും അമ്മയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ എങ്ങനെ അമ്മയുടെ കാര്യം പറയാണ്ടിരിക്കുക, അമ്മേനെ എനിക്ക് അത്ര ഇഷ്ടമല്ല, അമ്മേനേക്കാളും കൂടുതൽ ഞാൻ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവൾ അമ്മേനെ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് അറിഞ്ഞിട്ട് പറയണം. അപ്പോൾ അമ്മ അതൊക്കെ കേട്ടിട്ട് നന്നായിട്ട് കരയുന്നുണ്ട്. പിന്നെ ത്രിലോചന കാണിക്കുകയാണ്. ത്രിലോചനോട് വിഹാരി പറയാണ്, അല്ല വലിയ ആൾക്കാരനെ പോലും വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മടിക്കാറില്ലേ നിങ്ങൾ, പിന്നെ എങ്ങനെ ബോന്തയുടെ വിധവയായ അമ്മേനെ ഇങ്ങോട്ട് കയറ്റി എന്നിങ്ങനെ ത്രിലോചനോട് ചോദിക്കുമ്പോൾ
ത്രിലോചൻ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ത്രിലോചൻ എന്തോ മൈൻഡിലുണ്ട്. ശരിക്കും ആളിങ്ങനെ എന്താ ഒരു കള്ളച്ചിരി ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോണിത്ത അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഡൈനിങ് ടേബിളും പിന്നെ ഹാളും പിന്നെ എല്ലാ സാധനങ്ങളും അവളിങ്ങനെ കൊണ്ടുപോയിട്ട് നല്ല സന്തോഷത്തിൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ബോണിത്ത ഇവിടെ നല്ല സന്തോഷത്തിലാണെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോവാണ് അമ്മേനെ. എന്നിട്ട് പറയാണ് ഇവിടെയാണ് ബാരിസ്റ്റർ ബാബു എപ്പോഴും ഇരിക്കുക. എന്താണെന്നറിയില്ല, ആളെപ്പോഴും ഇവിടെ ബുക്കിൻ്റെ ഉള്ളിലാണ് കയറി ഇരിക്കുക. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതെന്നൊക്കെ ബോണിത്ത അമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആളിനെ എന്താണ് വിളിക്കുകയെന്നറിയോ, ബാരിസ്റ്റർ ബാബു എന്നാണ് വിളിക്കുകയെന്ന് പറയും. അപ്പോൾ അമ്മ പറയാണ് ബാരിസ്റ്റർ ബാബു എന്നാണെന്ന് ചോദിക്കുക അമ്മ. അപ്പോൾ അല്ലല്ല ബാരിസ്റ്റർ ബാബു. എന്നിട്ട് അവൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാരിസ്റ്റർ ബാബു എന്നിങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ എന്താ ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും അവൾ പറയുന്നത് തെറ്റാണ്, അമ്മ പറയുന്നത് ശരിയാണ്. അപ്പോൾ അനിരുദ്ധ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവന് പെട്ടെന്ന് എണീച്ചിട്ട് പറയാണ് അമ്മ പറയുന്നതാണ് ശരി, ബോണിത്ത ബാരിസ്റ്റർ ബാബു എന്നാണ് പറയുക, അല്ലാതെ ബാരിസ്റ്റർ ബാബു എന്നല്ല കേട്ടോ പറയുക എന്നിങ്ങനെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ എന്താ അമ്മേനെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്, ഇതിപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ടാവില്ലേ ഇപ്പം നടന്നിട്ടൊക്കെ, അമ്മേനെ നിൻ്റെ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്, അപ്പോൾ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ അമ്മേനായിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ പറയാണ് ഞാൻ എന്തായാലും ബോന്തിതയുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ട് അമ്മയോട് പറയാഞ്ഞത് നന്നായി, അമ്മയ്ക്ക് നാണക്കേടാവും ഞാൻ പറഞ്ഞാൽ. ബോന്തിത പറയുകയാണെങ്കിൽ പ്രശ്നമില്ല, അവൾ അമ്മയോട് ഇത് എന്തായാലും പറഞ്ഞോളും, അതിനു മുമ്പ് ഞാൻ പറയുന്നത് നല്ല കാര്യമായി എന്ന് അവൻ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ബോന്തിത അമ്മേനായിട്ട് റൂമിലേക്ക് പോകണമാണ് കാണിക്കുന്നത്. അങ്ങനെ റൂമിലെത്തിയിട്ട് അവൾ അവിടെയുള്ള സ്പ്രേ ഒക്കെ അല്ലേ അനിരുദ്ധിൻ്റെ, അതൊക്കെ എടുത്തിട്ട് അമ്മയുടെ മുഖത്തൊക്കെ അടിച്ചിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണം അമ്മ ഇത് നല്ല മണല്ലേ, ഇവിടെയൊക്കെ കാണാൻ നല്ല രസമല്ലേ, എൻ്റെ വീട് വലുതല്ലേ എന്നൊക്കെ അമ്മയോട് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആദ്യമൊക്കെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു, പിന്നെ അമ്മേനെ ഓർക്കുമ്പോൾ ഞാനപ്പോൾ കരയുമായിരുന്നു, പിന്നെ എൻ്റെ ഈ പ്രശ്നമില്ലേ, എൻ്റെ ഈ ബെഡൊക്കെ ആകെ നനച്ച് വെക്കുന്ന പ്രശ്നം എല്ലാവർക്കും വലിയ പ്രശ്നമായി തുടങ്ങി. ത്രിലോചൻ കാക്കാക്കൊക്കെ ഭയങ്കര ദേഷ്യമായി, എല്ലാവർക്കും എന്നോട് ദേഷ്യമായി. പക്ഷേ എൻ്റെ ഭർത്താവുണ്ടല്ലോ പത്തി ബാബു ഉണ്ടല്ലോ എപ്പോഴും എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആളെപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നെ ആൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആൾ മാറ്റി തരാം, അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട, ആളെൻ്റെ ഇതൊക്കെ മാറ്റി തരാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവാണ്, കാരണം അനിരുദ്ധ് ഇവൾക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആകെ അമ്മയും സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് സൗദാമിനി വരുന്നത്. അപ്പോൾ സൗദാമിനി ബോന്തിത്താന്ന് വിളിച്ചിട്ട് വരുമ്പോൾ ധാരാന്ന് ബോന്തിത്തോട് ചോദിക്കും. അപ്പോൾ ബോന്തിത്ത പറയാൻ ഇതെൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അവളിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്താ ഇത് എൻ്റെ സൗദാമിനി ദീദിയാണ്, എൻ്റെ പരിദീദിയാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് പരിദീദി എന്ന് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ബോന്തിത്ത പറയാണ് ഈ ചേച്ചി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് എന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആകെ ഡൗട്ടാവാണ്. അമ്മയ്ക്ക് മനസ്സിലായി അത് അനിരുദ്ധിൻ്റെ കാമുകിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മുഖം ആകെ പോവാണ്. പിന്നെ ബോന്തിത പറയാണ് ഞാൻ ആദ്യം വന്നപ്പോൾ ഈ ചേച്ചി എന്നോട് എന്താ ചോദിച്ചതെന്നറിയോ, അനിരുദ്ധിൻ്റെ ഭാര്യ ആയതാ, എന്നെക്കാളും ഭംഗിയുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചതെന്ന് മനസ്സിലായപ്പോൾ അമ്മയ്ക്കും എന്താ കാര്യം പിടികിട്ടി, അവൾ ശരിക്കും ഒരു കാമുകിയാണ്, അനിരുദ്ധിൻ്റെ കാമുകിയാണെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ അമ്മയുടെ മുഖം ആകെ പോവാണ്. പിന്നെ സൗദാമിനി പറയുന്നുണ്ട് ബോന്തിത മതി എന്നെ പുകഴ്ത്തിയത് മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മയോട് അവൾ അനുഗ്രഹം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ കാൽക്കൽ വീഴുമ്പോൾ അമ്മ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ എനിക്ക് അനുഗ്രഹം തരില്ലേ എന്ന് പറയുമ്പോൾ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൗദാമിനി പറയാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടിയില്ല, ഇനി എൻ്റെ അനിരുദ്ധിനെ എനിക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ദുഷ്ടമനസ്സോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിൽ 2 എപ്പിസോഡ് മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു എപ്പിസോഡ് കൂടി ഇടാനുള്ള ടൈമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡ്സ് ആരും മിസ്സാക്കരുത്, വളരെ നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.